ഹായ് ഓൾ. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലൊരുത്തൻ്റെ കൂട്ടിക്കിടൽ ദിവസമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കല്യാണം ഉറപ്പിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ 5 പേരും കൂടെ പോകുന്നത് അകലാപ്പുഴയ്ക്കാണ്. അകലാപ്പുഴ നല്ലൊരു ചായക്കടയുണ്ട്, ഞങ്ങൾ മുമ്പും അവിടെ പോയിട്ടുണ്ടായിരുന്നേ. ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചാൽ ഓക്കെ വാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്യാങ് നാട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണല്ലേ. അതും നമ്മളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ നാട്ടിലാകുമ്പോഴും കുറച്ചുകൂടി രസമുള്ള പരിപാടിയാണല്ലേ. ഞങ്ങളെല്ലാവരും കൂടെ ഈ കായൽ കഫേ, ഞങ്ങൾ പോകുന്ന വഴി ഈ കായൽ കഫേ കണ്ടപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി കേട്ടോ. അവിടെ അൽഫാമും ഷവായും ഒക്കെ, ഞങ്ങൾക്ക് അത്രയും ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും വേണ്ട. ഞങ്ങൾ അവിടെ നിന്ന് ബാക്ക് സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. പുഴേൻ്റെ സൈഡ് നല്ല അകലാപ്പുഴ ഇങ്ങനെ കര കവിഞ്ഞ് ഇങ്ങനെ ഒഴുകുകയാണ്. അതിൻ്റെ സൈഡിൽ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ കുറേ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊന്നും കഴിക്കേണ്ടെന്ന് ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് അകലാപ്പുഴ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച് വെച്ച ചെറിയൊരു പെട്ടിക്കടയിലേക്ക് പോവുകയാണ്. അവിടെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ്, അവിടെ നല്ലൊരു സ്നാക്സ് ഐറ്റംസ് ഒത്തിരി ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടാവും, ചെറിയ ചെറിയ രീതിയിൽ ഒരുപാട് കടികൾ. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ച് അകലാപ്പുഴയ്ക്ക് തന്നെ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ കാണുന്നതൊക്കെയാണ് ബോട്ട് സർവീസസൊക്കെ ഉണ്ട് ഇവിടെ അകലാപ്പുഴ. മിനി ആലപ്പുഴ എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഞാൻ ഈ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ഈ ട്രിപ്പിൾ അടിച്ചുകൊണ്ട് തന്നെ ഈ ചായക്കടയിലെത്തി. ചായക്കടയിലേക്ക് കയറുകയാണ്. പോകുന്ന വഴിക്ക് ഒത്തിരി കടകൾ. ഇവിടെ മെയിനായിട്ടുള്ളത് പത്തിരി മുട്ട എന്നൊക്കെ പറഞ്ഞ ഈ ഐറ്റമാണ്. പിന്നെ ഞങ്ങൾ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കപ്പയും ബീഫൊക്കെ വാങ്ങി. മക്രോണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റംസ് ഞങ്ങൾ വാങ്ങി. എല്ലാവരും 2 ചായ പിന്നെയും കട്ടനും കുടിച്ചു കേട്ടോ. നല്ലൊരു ഈവനിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വളരെ പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും പ്ലേറ്റും കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് നിങ്ങളുടെ കല്യാണം കഴിച്ച നാട്ടിലുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.